വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായി കെ ശൈലജ ടീച്ചർ തന്നെ വരണം. കോവിഡ് പോലുള്ള ഒരു മഹാമാരി സമയത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഏകോപിപ്പിച്ച ടീച്ചർക്ക് വനിതാ കമ്മീഷനിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്ന ആവശ്യമാണിത്. പുതിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ തെരഞ്ഞെടുക്കാൻ CPM-ൽ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ കെ ശൈലജ ടീച്ചർക്ക് വേണ്ടിയുള്ള ഈ മുറവിളിയും CPM ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. PK ശ്രീമതി ടീച്ചർ, P സതീദേവി, CS സുജാത, TN സീമ എന്നിവരുടെ പേരുകൾക്കൊപ്പം ശൈലജ ടീച്ചറുടെ പേരും CPM ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. MC ജോസഫൈൻ വിവാദത്തിൽ ഭരണപക്ഷത്തുള്ള യുവജന സംഘടനകളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയ സമയത്താണ് ജോസഫൈനെ പാർട്ടി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നതിന് മുമ്പ് ജോസഫൈൻ വിഷയത്തിൽ CPM-ന് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ജോസഫൈന് പകരം മറ്റൊരു മികച്ച അധ്യക്ഷയെ കൊണ്ടുവന്നാൽ മാത്രമേ ജോസഫൈൻ വിവാദം മറികടക്കാൻ CPM-ന് സാധിക്കുകയുള്ളൂ. കെ ശൈലജ ടീച്ചറെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം പൊതുജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഉയരവേ ശൈലജ ടീച്ചർക്ക് തന്നെ ആ പദവി നൽകിയാൽ CPM-ന് അത് മികച്ച മൈലേജായി മാറുകയും ചെയ്യും. പക്ഷേ നിലവിൽ മട്ടന്നൂർ MLA ആയ ശൈലജ ടീച്ചറെ ഈ പദവി കൂടി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഭയവും CPM-ന് ഉണ്ടായേക്കാം. ഏതായാലും PK ശ്രീമതി ടീച്ചർ, P സതീദേവി, CS സുജാത, TN സീമ എന്നിവരുടെ പേരുകൾക്കൊപ്പം ശൈലജ ടീച്ചറുടെ പേരും CPM-ന്റെ പരിഗണനയിലുണ്ട്. പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വനിതയെ തൽസ്ഥാനത്ത് നിയോഗിക്കണമെന്ന ആവശ്യവും പാർട്ടിക്കകത്ത് ഉയർന്നിട്ടുണ്ട്. എന്നാൽ പാർട്ടി പ്രവർത്തന പരിചയമുള്ളവരെ തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ മതി എന്നാണ് CPM തീരുമാനിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കൂടാതെ PK ശ്രീമതി ടീച്ചറുടെ പേരും CPM വളരെ ഗൗരവത്തോടെ പരിഗണനാ പട്ടികയിൽ പരിഗണിക്കുന്നുണ്ട്. മന്ത്രിയായും MP ആയും PK ശ്രീമതിക്കുള്ള പരിചയം വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ വിലയിരുത്തൽ. അതേസമയം ഗാർഹിക പീഡനം നേരിടുന്നവർക്ക് തത്സമയം പരാതി നൽകാനായി മനോരമ ന്യൂസ് ചാനൽ നടത്തിയ പരിപാടിയിലാണ് ഭർത്താവ് ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞ സ്ത്രീയോട് വളരെ മോശമായി MC ജോസഫൈൻ പെരുമാറിയത്. ഉടനെ തന്നെ MC ജോസഫൈനെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ പുതിയ അധ്യക്ഷയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയിലാണ് CPM. ആ പട്ടികയിൽ പ്രധാനമായും ഉള്ളത് കെ ശൈലജ ടീച്ചറുടെ പേരും PK ശ്രീമതി ടീച്ചറുടെ പേരുമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ആരായിരിക്കും വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.